ഫ്ലോപ്സ് മാത്രം പോലെ ഇടയ്ക്ക് ഹിറ്റൊക്കെ വേണം, ഒരു ഹിറ്റൊക്കെ അടിച്ച് പിന്നെ ഒന്ന് താഴോട്ട് പോകണം, പിന്നെ ഒന്ന് പൊന്തി വരണം. ലൈഫ് അങ്ങനെയാണല്ലോ, അതുകൊണ്ട് അതിന് ആ രീതിയിലേ കാണുന്നുള്ളൂ. പിന്നെ ആരും ഈ പറഞ്ഞ ആരും തന്നെ ഒരു മോശം സിനിമ ചെയ്യാൻ വേണ്ടി ആരും ചെയ്യുന്നില്ല. എല്ലാവരും സിനിമ നന്നാവണം, വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുള്ള സിനിമ ആയിക്കോട്ടെ, എല്ലാവരും ജെന്യുവൻലി സിനിമ നന്നാവണം എന്ന് ആഗ്രഹിച്ച് സിനിമയിൽ വരുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ വെറുതെ ആരും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു മോശം സിനിമയാണെന്ന് വെച്ചാലും കാശ് മുടക്കില്ല. അല്ലെങ്കിൽ ബെനിചേട്ടൻ ഇതിന് വേണ്ടിയിട്ടായിട്ട് വന്നതാണ്, മോശം സിനിമയെ വേണ്ടി പുള്ളി വരില്ല. മഹേഷേട്ടൻ ഇത്രയും ഗ്യാപ്പിന് ശേഷം ചെയ്യുന്നൊരു സിനിമ, അതും മഹേഷേട്ടനെ സംബന്ധിച്ചിടത്തോളം അത്രയും നന്നാക്കണം എന്നുള്ള ചിന്തയോടുകൂടി വന്നതാണ്. സ്വാഭാവികമായിട്ടും ഞാനും മഹേഷേട്ടൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ആ സിനിമ നന്നാവാൻ വേണ്ടി നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളത് ആ രീതിയിൽ. പക്ഷേ സിനിമ എല്ലാത്തിനും ഒരു ഫേറ്റ് ഉണ്ട്. ഓഡിയൻസ് അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തിയേറ്ററിൽ എന്ത് വർക്കാവും ഇതാവില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടട്ടെ. എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും കണ്ടതിന് ശേഷം. രണ്ടും ഓക്കെയാണല്ലോ. ഞാനിപ്പോ പതുക്കെ ഞാൻ അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സംവിധാനം എന്നുള്ള രീതിയിൽ പോകാനാണ് ആഗ്രഹം. അപ്പോൾ പിന്നെ ഒരു 2-3 കുറച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. ആ സിനിമകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഡയറക്ഷനിലോട്ട് കടക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയത്തിനകത്തുള്ള ആൾക്കാരുടെ സിനിമകൾ ചെയ്തു പോവുക. ഈ എണ്ണത്തിലൊന്ന് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം കുറേ വർഷമായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ സൈഡിൽ നടക്കും, അതിൻ്റെ കൂടെ തന്നെ സിനിമകളും സൈഡിലും അതും കൂടെ തന്നെ വരും. ഡയറക്ഷനോട്ട് കിടക്കുന്നു പറഞ്ഞല്ലോ. അപ്പൊ ഏത് തരത്തിലുള്ള മൂവി ആയിരിക്കും ആദ്യം പ്രിഫർ ചെയ്യുന്നത്? മാസാണോ? അല്ല, അടുത്ത ഒരു എന്താ പറയണ്ട, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ, ഒരു എന്താ പറയണ്ടേ, ലവ് ആക്ഷൻ ഡ്രാമ പോലെ അല്ലെങ്കിൽ പോലും റോംകോം അല്ല, പക്ഷെ ഒരു എന്റർടൈനർ പരിപാടി തന്നെ ആയിരിക്കും അടുത്തത്. മാസ് പരിപാടി അല്ലാത്ത ഒരു പരിപാടി. പിന്നീട് അത് നല്ല രീതിയിൽ സ്വീകരിച്ചു. ലവ് ആക്ഷൻ ഡ്രാമ തിയേറ്ററിൽ ആദ്യമേ, പിന്നീട് അത് നല്ല രീതിയിൽ ജാന്റെ സിനിമ എന്ന് പറയുമ്പോൾ പക്ക ചിരിക്കാനുണ്ട്, എന്റർടൈനിങ് ഒരു ലെവലാണെന്നുള്ളത് ഒരു സിഗ്നേച്ചർ അതിന് കിട്ടിയായിരുന്നു. അങ്ങനെ കിട്ടിയോ? ഇല്ലേ, അങ്ങനെയൊന്നും കിട്ടിയില്ല. നമ്മൾ അതൊന്നുമല്ലല്ലോ, നമുക്ക് സിനിമ ഓടുക. ഒരു ഇപ്പം ഫെസ്റ്റിവലിലായിരുന്നു അന്ന് വന്നത്, സിനിമ ഓടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമ ഓടുക, പ്രൊഡ്യൂസർ അന്ന് നമ്മളെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്, നമുക്ക് കാശ് കിട്ടുക, അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് പർപ്പസ്.